നമസ്കാരം ടീച്ചർമാരെ, നമ്മുടെ വേർഷൻ 20.2 പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ അപ്ഡേറ്റിന് കാണാൻ പറ്റും. ആ അപ്ഡേറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ വഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതല്ലാതെ നേരിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോർഷൻ ട്രാക്കർ സെർച്ച് ചെയ്താലും മതി. ഇപ്പോൾ പോർഷൻ ട്രാക്കർ വരുന്ന സമയത്ത് നമുക്ക് കാണാം വാട്സിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ വെരിഫിക്കേഷൻ ഈസ് മെയ്ഡ് മാൻഡേറ്ററി അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഇൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡ്. അതാണ് ഫസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഓഫ് റെഫറൽ മൊഡ്യൂൾ ഇൻ ചിൽഡ്രൻസ് കാറ്റഗറീസ്. അതെന്താണെന്ന് നമ്മൾ പറയാം. മൂന്നാമത്തെ സാം ആൻഡ് സിവിയർലി അണ്ടർ വെയ്റ്റ് ലിസ്റ്റ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ ദ കറൻറ്റ് മന്ത്. നാലാമത്തെ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് സിങ്ക് ഡാറ്റ മാനുവലി. അഞ്ചാമത്തെ മൈനർ ബഗ് ഫിക്സസും. ആറാമത്തെ ആപ്പ് ഒപ്റ്റിമൈസേഷനുമാണ്. ഇനി താഴേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ പുതിയ വേർഷൻ 20.3 ആണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി അപ്ഡേറ്റ് ചെയ്യുക. ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ആയിക്കോളും. ഫുള്ളായിട്ട് അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഓരോന്ന് ഇപ്പോൾ വന്ന ഈ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പോർഷൻ ട്രാക്കർ ആപ്പിൽ തന്നെ നോക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അപ്ഡേറ്റ് ആയി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരികയാണ് പോർഷൻ ട്രാക്കർ ആപ്പ്. ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി നോക്കാം. ആപ്പ് ലോഗിനായി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം കാണുന്ന പോലെ കാണാം. അപ്പോൾ നമുക്ക് നാലാമത്തെ അപ്ഡേറ്റ് നമുക്ക് നോക്കി നോക്കാം. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് ചെയ്യാൻ നോക്കാം. ലോഗൗട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കാണാം വ്യൂ ആക്ടിവിറ്റി ലിസ്റ്റ് യുവർ ആക്ടിവൈസേഷൻ ആർ ബീങ് സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതെല്ലായ്പ്പോഴും വന്നുകൊള്ളുന്നില്ല. വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വ്യൂ ആക്ടിവിറ്റി ലിസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്താൽ അത് ഫുള്ളായി കംപ്ലീറ്റ് ആവും. അല്ലെങ്കിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ നാലാമത്തെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ടു സിങ്ക് ദ ഡാറ്റ മാനുവലി എന്ന് പറഞ്ഞ ഓപ്ഷനാണത്. നമുക്ക് കാണുന്നത് എപ്പോഴും വന്നോളണമെന്നില്ല, ചിലപ്പോൾ വരാം എന്ന് മാത്രം. വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നോ പെൻഡിങ് റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണാം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളപ്പോൾ ലോഗൗട്ട് ചെയ്യാണ്. എന്തായാലും ഒന്നുകൂടി ലോഗൗട്ട് ചെയ്ത് നോക്കി നോക്കാം. ലോഗൗട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ലോഗൗട്ട് ആയിക്കോളും. അപ്പോൾ അതാണ് നാലാമത്തെ. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ മൊബൈൽ നമ്പർ MPN അടിച്ചു കൊടുക്കുക, ലോഗിൻ ചെയ്യാം. താഴെ കാണാം വേർഷൻ 20.3 എന്ന് കാണാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണത്തെ പോലെ ഡെയിലി ട്രാക്കറിലത്തെ പേജിലേക്കാണ് പോവുക. ഇന്നത്തെ ദിവസം 14/2024 അവിടെ മീതൊക്കെയാണ് സെൻറ്റർ നമ്പറിൻ്റെ കോഡ് കാണാം. പിന്നെ ബാക്കി നമ്മൾ അടിച്ച ഡീറ്റെയിൽസൊക്കെ, അതായത് ഫോട്ടോ എടുത്തതും ബാക്കി കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തു, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോർഷൻ ട്രാക്കർ 12.3 വന്ന ഫസ്റ്റ് ചേഞ്ച്, അതായത് ആധാർ വെരിഫിക്കേഷൻ ഈസ് മെയ്ഡ് മാൻഡേറ്ററി അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഈസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡ്. അതാണ് നോക്കാൻ പോകുന്നത്. ഈ മാറ്റം വേറെ ഒന്നുമല്ല പറയും. നമ്മൾ പുതുതായൊരു ബെനിഫിഷ്യറി ചേർക്കുക അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ അവരെ ചേർക്കും, ഡീറ്റെയിൽസൊക്കെ അടിച്ചിട്ട് അതിനുശേഷം അത് അടിയിൽ കിടക്കും ഇൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അത് ആയതിനു ശേഷമാണ് നമ്മൾ ആധാർ വെരിഫൈ ചെയ്യാറ്. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇപ്പം എന്താ മാറ്റം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും വെരിഫൈ ആവണമെന്നായിട്ടുണ്ട്. അതായത് പോർഷൻ ട്രാക്കർ ആപ്പിൽ വന്ന ചേഞ്ചാണ്. അത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ മോഡ് ആണെങ്കിലും നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോസസ്സിന് കിടക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആധാർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെരിഫൈഡ് നമുക്ക് പച്ച കളറിൽ കാണാൻ പറ്റും. നമുക്കത് മുമ്പ് വന്നിരുന്ന അങ്ങനെ വെരിഫൈഡ് എന്നല്ല, ഇപ്പോഴാണ് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈഡ് ആവും. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കി നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കുട്ടീനെ ചേർക്കാം. പുതുതായിട്ടൊരു കുട്ടീനെ ന്യൂ രജിസ്ട്രേഷൻ വഴി പോർഷൻ ട്രാക്കർ ആപ്പിൽ ചേർക്കുക. അപ്പോൾ വരുന്ന മാറ്റം നമുക്ക് എന്താ നോക്കാം. അതിനുവേണ്ടി നമുക്ക് ബെനിഫിഷ്യറീസ് ഓപ്പൺ ചെയ്യാം. ബെനിഫിഷ്യറീസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള കുട്ടി 3 to 6 കുട്ടിയാണ്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക. ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് കുട്ടി നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ കുട്ടിയുടെ ആധാർ കാർഡൊക്കെ എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ കുട്ടിയുടെ പേര്, അതേപോലെ ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. ആദ്യം കുട്ടിയുടെ പേര് അടിച്ചു കൊടുക്കുക. അതിനുശേഷം കുട്ടിയുടെ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറയുന്ന സമയത്ത് പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ആദ്യം കുട്ടിയുടെ പേര് അടിച്ചു കൊടുത്തു. അതിനുശേഷം കുട്ടിയുടെ ആധാർ നമ്പർ ഉണ്ടല്ലോ, ആധാർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് എന്താണോ ആധാർ നമ്പർ തെറ്റില്ലാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി കുട്ടിക്ക് ആധാറിലുണ്ട്. കുട്ടിയുടെ ആധാർ നമുക്ക് അടിച്ചു കൊടുക്കുക. അതിന് താഴെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുന്ന സമയം നമുക്ക് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയിച്ച ആ ക്രമത്തിൽ, അതിന് DD MM YYY എന്നുള്ള ക്രമത്തിൽ ഇപ്പോൾ എത്രയാണോ ഡേറ്റ് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അതവിടെ വന്നോളും. അതിനുശേഷം അവർ ഏതാ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ അത് കൊടുക്കുക. പിന്നെ ചൈൽഡ് ഗോയിങ് ടു അംഗൻവാടി സെൻറ്റർ സ്കൂൾ, ഈ കുട്ടി അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണ്. അപ്പോൾ നിർബന്ധമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അംഗൻവാടി സെൻറ്റർ സെലക്ട് ആയി ഉണ്ടാവും. അപ്പോൾ അതന്നെ കൊടുക്കണം. മാറിയിട്ട് ഒരിക്കലും സ്കൂൾ കൊടുക്കരുത്. അഥവാ സ്കൂൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേർക്ക് പറയുന്ന പ്രശ്നം, അതായത് നിങ്ങളുടെ അറ്റൻഡൻസിലോ അതേപോലെ THRലോ ഒന്നിലും വരില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ചൈൽഡ് ഗോയിങ് ടു അംഗൻവാടി സെൻറ്റർ തന്നെ കൊടുക്കണം. അംഗൻവാടി സെൻറ്ററിൽ വരുന്ന കുട്ടിയാണ്, നിർബന്ധമായിട്ടും അത് ചെയ്യണം. ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ആ കുട്ടിയുടെ അച്ഛൻ്റെ പേര് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതേപോലെ അമ്മയുടെ പേരാണ് അടുത്തത്, അതും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇത് രണ്ടും കറക്റ്റായി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാനുണ്ടാവും. ആ ഫോൺ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ആ ഫോൺ നമ്പറും കറക്റ്റായിട്ട് തെറ്റില്ലാതെ അടിക്കുക. കാരണം നമുക്കിത് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാണ്ടല്ലോ.
ഫോൺ നമ്പർ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തതിന് അടിയിൽ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി സെലക്ട് ചെയ്ത് നമുക്ക് ഏതാണ് കാസ്റ്റ്, SC ST ജനറൽ OBC ഏതാ സെലക്ട് ചെയ്യുക. പിന്നെ അടുത്തതും അതേപോലെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് എന്ന് കാണിക്കും. നോർമലി അടിയിൽ ഈ ബെനിഫിഷ്യറി വരും, പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ കിടക്കുകയാണ് ചെയ്യാറ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് വീണ്ടും ഗോ ഹോം പോവുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ബെനിഫിഷ്യറിനെ, ഈ കുട്ടീനെ നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ചിൽഡ്രൻ 3 to 6 ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും അടിയിലായിരിക്കും ഇൻ പ്രോസസ്സ് എന്ന് കിടക്കുന്നുണ്ടാവുക. ഏറ്റവും അടിയിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും അടിയിലേക്ക് പോവുക. ഏറ്റവും അടിയിൽ കാണാം ആ പുതിയ ചേർത്ത കുട്ടി വെരിഫൈഡ് എന്ന് പച്ച കളറിൽ കിടക്കുന്നത്. സാധാരണ ഇങ്ങനെയല്ല കിടക്കാറ്. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആധാർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റാണ് ഡാറ്റ എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈഡ് എന്ന് പച്ച കളറിൽ കിടക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ആധാർ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അടിക്കുന്ന ഡാറ്റ കറക്റ്റായിട്ട് ശരിയായിട്ട് അടിക്കുക. അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈഡ് എന്ന് വരുന്നുണ്ട്. ഇത് ശരിക്കും നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാരണം നമുക്ക് വീണ്ടും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ്ട, ഓട്ടോമാറ്റിക് ആയിക്കോളും. ഇത് നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം. അടുത്ത ചേഞ്ച് വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് റെഫറൽ മൊഡ്യൂളും ചിൽഡ്രൻ കാറ്റഗറി. അതായത് കുട്ടികളിൽ സാം മാമൊക്കെ ഉള്ള കുട്ടികളിൽ റെഫറൽ, അതായത് ഹെൽത്ത് കെയറിലേക്ക് റെഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതാണ് ഈ ചേഞ്ചിൽ പറയുന്നത്. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കി നോക്കാം. അത് നമുക്ക് പോർഷൻ ട്രാക്കർ ആപ്പിൻ്റെ ഹോമിൽ പോയി നോക്കി നോക്കാം. അപ്ഡേറ്റ് നമ്മൾ ഹോം പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ താഴെയായിട്ട് റെഫറൽ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇത് അമർത്തുന്ന സമയത്ത് ചിൽഡ്രനെ ഏതെങ്കിലും ഹെൽത്ത് കെയറിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. പൊതുവേ സാമൊക്കെ ഉള്ള കുട്ടികൾ നമ്മൾ ഹെൽത്ത് കെയറിലേക്ക് റെഫർ ചെയ്യാറുണ്ടല്ലോ, ആ ഡാറ്റയാണ്. ഈ ടീച്ചർക്ക് സാമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. മോറിൽ പോയാലും നമുക്ക് ഈ സെയിം റെഫറൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും റെഫർ രജിസ്റ്റർ എടുത്താലും ഇതേപോലെ സെയിം തന്നെ കാണാൻ പറ്റും. അവിടെയുണ്ട്. പോർഷൻ ട്രാക്കറിൻ്റെ ഹോം പേജിലും ഈ റെഫറൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത അപ്ഡേറ്റ് നമുക്ക് നോക്കി നോക്കാം. അടുത്ത അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് സാമോ അല്ലെങ്കിൽ സിവിയർലി അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ്റെ ലിസ്റ്റ് പ്രൊവൈഡ് ഫോർ കറൻറ്റ് മന്ത്. അതായത് സാധാരണ നമുക്ക് പ്രീവിയസ് മന്ത് ഡാറ്റ മാത്രമാണ് കിട്ടാറ്. ഇനി തൊട്ട് കറൻറ്റ് മന്തും കിട്ടും. നമുക്കതെങ്ങനെയെന്ന് നോക്കി നോക്കാം. ജസ്റ്റ് എന്താണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ ഡാഷ്ബോർഡ് പോവാണ്. ഡാഷ്ബോർഡിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ സാമിൻ്റെയും അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ കാണാറുണ്ട്. ജസ്റ്റ് ഡാഷ്ബോർഡ് അമർത്തിക്കുക. നമ്മൾ നോർമലായി കാണുന്ന പോലെ ഡീറ്റെയിൽസ് കാണാം. ഹോം വിസിറ്റ്, ഗ്രോത്ത് മൗണ്ട്. എൻ്റെ അടിയിൽ കാണാറില്ല നമ്മൾ സാം ആൻഡ് അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ പ്രീവിയസ് മന്ത് മാത്രമാണ് കാണാറ്. നോക്കൂ, ഇപ്പോൾ കറൻറ്റ് മന്തും വന്നിട്ടുണ്ട്. അത് ഈ മാസം നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി സാമിലോ അണ്ടർ വെയ്റ്റിലോ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രീവിയസ് മന്തിൽ ടീച്ചർക്ക് സാം അണ്ടർ വെയ്റ്റ് ഒന്നും ഇല്ല, സിവിലിയൻ അണ്ടർ വെയ്റ്റ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ കറൻറ്റ് മന്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ വരികയാണെങ്കിൽ ആ ഡാറ്റ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് അടുത്ത് വന്ന ചേഞ്ച്. ഇതും ഒരു ഹെൽപ്ഫുൾ ചേഞ്ചാണ്. ഈ ചേഞ്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ മൈനർ ബഗ് ഫിക്സസും ഒപ്റ്റിമൈസേഷനും ആപ്പ് ഒപ്റ്റിമൈസേഷനൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോർഷൻ ട്രാക്കർ ആപ്പ് 20.3 അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കി നോക്കാം. ടീച്ചർമാർക്കും ഓഫീസ് ഫോണിൽ ഒരു മെസ്സേജ് വന്നിരുന്നു പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി പറയുന്നത്. അതും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യം ആ മെസ്സേജ് നോക്കാം. അതിൽ പറയുന്നത് നിർബന്ധമായിട്ടും ആധാർ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ആധാർ കാർഡിൽ എങ്ങനെയാണോ അതേപോലെ അംഗൻവാടി വർക്കറുടെയും ഹെൽപ്പറുടെയും അപ്ഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വട്ടം ഇത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അംഗൻവാടി വർക്കറുടെയും ഹെൽപ്പറുടെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാമെന്ന്. എന്നാലും നമ്മൾ ഒന്നും കൂടി പറയുകയാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ഒത്തിരി നീളം കൂടി വരുന്നുണ്ട്, കാരണം ഇതെല്ലാം പറയുമ്പോൾ വരുന്ന നീളമാണ്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് പറയാം. ഇതെല്ലാവരും ചെയ്യണം, അതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. ഇതിനാദ്യം പോർഷൻ ട്രാക്കർ ആപ്പിൻ്റെ ഹോം പേജിൽ പോവുക. ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ താഴെ മോർ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ കൂടുതൽ ഉണ്ടാവും. അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും മീതെ കാണാം ടീച്ചറുടെ പേരും ഫോൺ നമ്പറും. അവിടെ താഴെ ഒരു വ്യൂ പ്രൊഫൈൽ കാണാം. അത് അമർത്തി കഴിഞ്ഞാൽ ടീച്ചറുടെ ഡീറ്റെയിൽസ് കാണാം. മെയിനായിട്ട് പറഞ്ഞാൽ ആധാർ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, മൊബൈൽ നമ്പർ, ഇയർ ഓഫ് എക്സ്പീരിയൻസ്, ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിന് താഴെയായിട്ട് അംഗൻവാടി സെൻറ്ററിൻ്റെ പേരും അതേപോലെ അംഗൻവാടി സെൻറ്ററിൻ്റെ കോഡും ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നമുക്ക് നോക്കി അറിയാം നെയിം, മൊബൈൽ നമ്പർ, അംഗൻവാടി സെൻറ്ററിൻ്റെ പേര്, അംഗൻവാടി സെൻറ്റർ കോഡ്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഓഫീസിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ മാറ്റുന്നതിനനുസരിച്ചാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഓരോ പുതിയ ടീച്ചർമാർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഓഫീസിൽ അറിയിക്കണം, അല്ലെങ്കിൽ ഹെൽപ്പർമാർ ജോയിൻ ചെയ്ത് അതിനനുസരിച്ച് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ടീച്ചർ കറക്റ്റായി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. ഇതെല്ലാം മാൻഡേറ്ററി ആയിട്ടുള്ളത് എല്ലാതും നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ പേരും കാര്യങ്ങളൊക്കെ ആധാർ നോക്കിയിട്ട് അതേപോലെ അടിക്കാനാണ് പുതിയ മെസ്സേജിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ടീച്ചർ എല്ലാം അടിച്ചിട്ടുണ്ടാകുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം നമുക്ക് നോക്കി നോക്കാം. കാരണം കറക്റ്റായിട്ട് അടിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ ഡാറ്റയും കിടക്കുന്നുണ്ട്. ഇമെയിൽ ID മാത്രമേ അടിക്കാത്തുള്ളൂ. അപ്പോൾ ഇമെയിൽ IDയും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. അത് നിർബന്ധമായിട്ട് അടിക്കേണ്ട ഒരു ഡാറ്റ അല്ല. അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാമെന്ന് മാത്രം. ടീച്ചർ ഉണ്ട് പറഞ്ഞപ്പോൾ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ഡാറ്റയും ടീച്ചർ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി താഴെയുള്ള സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് എന്നൊരു മെസ്സേജ് വരും. അപ്പോൾ ടീച്ചർ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വീണ്ടും വ്യൂ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ
അവിടെ എല്ലാ ഡാറ്റയും കറക്റ്റായി വന്നിരിക്കുന്നത് കാണാം. ഇനി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റിന് നേരെ മീതെ കാണാം. അത് ഒന്ന് അമർത്തി നോക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെയാണോ പേര്, ആ പേര്, IFSC കോഡ്, ഏതാണോ ബാങ്ക്, അതേപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ 2 വട്ടം കാണാം. ഇത്രയും കാണാൻ പറ്റും. ടീച്ചർ കറക്റ്റായി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് കറക്റ്റ് അല്ല എന്ന് തോന്നുന്നു, എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ മീതെ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്, ആ സൈഡിൽ ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ പേര് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. IFSC കോഡ് അടിച്ചു കൊടുത്ത് ഏതാണോ അടിച്ചു കൊടുക്കുന്നത് അതനുസരിച്ച് ബാങ്ക് നെയിം വരും. പൊതുവേ കൂടുതൽ ആൾക്കാർക്ക് SBI ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ IFSC കോഡ് അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ബാങ്ക് നെയിം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കൺഫേം ബാങ്ക് അക്കൗണ്ട് നമ്പർ, അങ്ങനെ 2 വട്ടം ബാങ്ക് അക്കൗണ്ട് നമ്പറും കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ സബ്മിറ്റ് ആയിക്കോളും. ഈ ടീച്ചർ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി പുതിയൊരു ടീച്ചർ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ അടിച്ച ഡാറ്റ മൊത്തം കളയുകയാണ്. എന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് വീണ്ടും ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ഡാറ്റയും കളയാണ്. മൊത്തം ഡാറ്റയും കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം അടിക്കേണ്ടത് നമ്മുടെ ആ ടീച്ചറുടെ ബാങ്ക് അക്കൗണ്ടിൽ നെയിം എന്താണോ ആ നെയിം അതേപോലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൽ എങ്ങനെയാണോ അത് അതേപോലെ നോക്കിയിട്ട് കറക്റ്റായിട്ട് അടിക്കുക. എന്താണോ പേര് അത് അതേപോലെ അടിക്കുക. അതേപോലെ IFSC കോഡ് നമ്മൾ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക് നെയിമിൽ ഏത് ബാങ്കിൻ്റെയാണ് IFSC കോഡാണ് അടിച്ചത് ആ ബാങ്ക് നെയിം കറക്റ്റായിട്ട് വരും. ഇതിപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക് ഒരു ഇതെല്ലാം അങ്ങനെ കിട്ടും. കൂടുതൽ ആൾക്കാർക്ക് SBI അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിനാൽ ബാങ്ക് നെയിം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരും. ഇപ്പോൾ വന്നത് കണ്ടോ, അതേപോലെ ഇത് ഏത് കൊടുത്താലും അത് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ അക്കൗണ്ട് നമ്പറാണ് അടിക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് അടിക്കുക. 2 വട്ടം അടിക്കേണ്ടതുണ്ട്. ആദ്യം ഒരു വട്ടം അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് അടിക്കുക. അതിനുശേഷം വീണ്ടും ഒരു വട്ടം കൂടി അക്കൗണ്ട് നമ്പർ അടിക്കേണ്ടതുണ്ട്. 2 വട്ടം അടിച്ചതിന് ശേഷം അത് രണ്ടും ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ആദ്യം അക്കൗണ്ട് നമ്പർ അടിച്ചു, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അക്കൗണ്ട് നമ്പർ അടിക്കണം, ആ സെയിം അക്കൗണ്ട് നമ്പർ. അപ്പോൾ അത് ഫുള്ളായിട്ട് അടിക്കുന്ന സമയത്ത് ലാസ്റ്റത്തെ അക്കം ഞാൻ അടിക്കുന്നില്ല, അതുവരെയുള്ള അക്കം അടിച്ചിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. രണ്ടും ഇപ്പോൾ ഒന്നല്ല, രണ്ടും വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ അടിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് വരികയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫുള്ളായി അടിച്ചിട്ടില്ല, അതിനുശേഷം തെറ്റായിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇനി സബ്മിറ്റ് ചെയ്യാണ്, സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ആവില്ല. അതുമാത്രമല്ല നമ്മൾ അടിച്ചു കൊടുത്ത 2 മാച്ച് അല്ലാന്നും വരും. ഇനി നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. എന്താണോ അടിക്കുന്നത് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ആയിക്കോളും. വന്ന പോലെ തന്നെ അക്കൗണ്ട് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വരും. അപ്പോൾ ടീച്ചറുടെ ഡീറ്റെയിൽസ് കറക്റ്റായി അടിച്ചു. ഇത് ജസ്റ്റ് നമ്മൾ വ്യൂ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും അടിച്ചത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഹെൽപ്പറുടെ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യണം. അംഗനവാടി വർക്കറേയും ഹെൽപ്പറേയും അപ്ഡേറ്റ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഹെൽപ്പറുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴത്തേക്ക് പോവുക. താഴത്ത് പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് അംഗനവാടി ഹെൽപ്പർ പ്രൊഫൈൽ കാണാൻ പറ്റും. അത് അമർത്തുക. അപ്പോൾ നമുക്ക് ടീച്ചറുടെ വന്ന പോലെ ഹെൽപ്പറുടെയും വരും. അവിടെ നമ്മൾ ആധാർ നമ്പറൊന്നും അടിച്ചിട്ടില്ല, ഹെൽപ്പറുടെ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുള്ള് ആധാറിൽ എങ്ങനെയാണോ ഡീറ്റെയിൽസ് അതേപോലെ എല്ലാം അടിച്ചു കൊടുക്കണം. ആദ്യം ആധാർ നമ്പർ അടിച്ചു കൊടുക്കണം, അതേപോലെ പേര് അടിച്ചു കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കണം, മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം. അങ്ങനെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. ഇതിലിവിടെ നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ആധാർ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ആധാർ നമ്പർ ഫുള്ളായി അടിച്ചു കൊടുത്തതിന് ശേഷം ഇതെങ്ങനെ ആധാറിൽ എങ്ങനെയാണോ കിടക്കുന്നത് ആ നമ്പർ തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അതിനുശേഷം പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആധാറിൽ ഇങ്ങനെയല്ല പേര് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് വരുത്താൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ഏതാണോ നോക്കി മീതത്തെ കൊല്ലത്തിൻ്റെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ കൊല്ലത്തിൻ്റെ എല്ലാ വർഷത്തിൻ്റെ എല്ലാം വരും. അത് നിങ്ങൾ എന്നാണോ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതേപോലെ മാസവും ഡേറ്റും കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് അതവിടെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ജെൻഡർ ഫീമെയിൽ ഓട്ടോമാറ്റിക് അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ ഇമെയിൽ കൊടുക്കണം എന്നില്ല. അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ അതും കറക്റ്റായിട്ട് കൊടുക്കുക. അത് ഓൾറെഡി ഫോണും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കുന്നതാണ്. അത് ഓഫീസിൽ നിന്ന് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പുതിയ ടീച്ചറോ ഹെൽപ്പറോ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലീവിന് മുമ്പൊക്കെ കറക്റ്റായിട്ട് ഓഫീസിൽ കറക്റ്റായി അറിയിക്കുക. അതിനനുസരിച്ച് പോർഷൻ ട്രാക്കിൽ അപ്ഡേറ്റും വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെയും ചെക്ക് ചെയ്തിട്ട് കറക്റ്റായി ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് പറഞ്ഞാൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ്, അതേപോലെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ അറിയണ പോലെ അടിക്കുക. പിന്നെ അംഗൻവാടി സെൻറ്ററിൻ്റെ പേരും അതേപോലെ കോഡും അത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് രണ്ടും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓഫീസിൽ നിന്ന് ചെയ്യണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം താഴത്തെ ഇതേപോലെ സബ്മിറ്റ് അടിക്കുക, സബ്മിറ്റ് ആയിക്കോളും. ഇതേപോലെ തന്നെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അത് നമുക്ക് എങ്ങനെയാണ് അടിച്ചു കൊടുത്തൊക്കെ ഇതേപോലെ എടുത്ത് സബ്മിറ്റിൻ്റെ നേരെ മീതെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. അത് അമർത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായി അടിച്ചു കൊടുത്തിട്ട് എല്ലാം കാണാൻ പറ്റും. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈഡത്തെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ബട്ടൺ ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വന്നുകൊണ്ട് ഇനി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ വെറുതെ ഇതിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പേര് കറക്റ്റ് തന്നെയാണ്. IFSC കോഡ് ഓൾറെഡി SBIയുടെ IFSC കോഡാണ്. അത് ഞാൻ ഫുള്ള് കളഞ്ഞിട്ട് വീണ്ടും അപ്പോൾ പ്ലീസ് പ്രൊവൈഡ് ദ IFSC എന്ന് വന്നു. അപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് വേറൊരു ബാങ്കിലത്തെ IFSC അടിക്കുകയാണ്. ഒരു
ബാങ്ക് ഓഫ് ബറോഡ പോലത്തെ ഒരു IFC അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ താഴെ ബാങ്ക് നെയിം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് കിടക്കുന്നത്. നമ്മൾ ബാങ്ക് ഓഫ് ബറോഡ പോലത്തെ IFC കോഡ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാണാം ബാങ്ക് ഓഫ് ബറോഡ. അതായത് ഒരുവിധം കുറേ ബാങ്കുകളൊക്കെ അവിടെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അല്ലാത്ത നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ മുകളിലേക്ക് കൊടുത്തിട്ട് അത് ശരിയാക്കാൻ പറ്റും. അങ്ങനത്തെ IFC കിട്ടാത്തത് പൊതുവേ സ്ഥിരമായിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ അധികം SBI അക്കൗണ്ടാണ്, അതൊക്കെ ഓൾറെഡി എടുക്കും. അങ്ങനെ അല്ലാതെ വരുന്ന അക്കൗണ്ടുകൾക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഇനി നമുക്ക് ഇതല്ലാതെ വേറൊരു IFC കോഡ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു IFC കോഡ് ജസ്റ്റ് നമുക്ക് അടിച്ചു നോക്കാം. അത് അടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ബാങ്ക് നെയിം വരുന്നുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. അപ്പോൾ അതടിക്കുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഫുൾ അടിച്ചാൽ ഇപ്പോൾ നോക്കി നോക്കുക IFC കോഡ് നോട്ട് ഫൗണ്ട്. അത് ഞാൻ അടിച്ചതിൽ ചെറിയ എറർ വന്നുകൊണ്ടാണ്. ജസ്റ്റ് അത് കറക്റ്റ് ആക്കിയിട്ട് ഒന്നും കൂടി അടിച്ചു തരുന്ന സമയത്ത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വരും. അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. നമുക്ക് ടീച്ചറുടെ SBI ആയിരുന്നു, ജസ്റ്റ് SBIനെ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ടീച്ചർ SBI ആയിരുന്നുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന അക്കൗണ്ട് തന്നെ ഇരുന്നോട്ടെ. പിന്നെ താഴെ കാണാം ബാങ്ക് അക്കൗണ്ട് നമ്പറും കൺഫേം ഇതും ഉണ്ടാവും. ഇത് രണ്ടും കണ്ട് അടിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറുടെ കറക്റ്റായിട്ട് സബ്മിറ്റ് ആവും. ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അക്കൗണ്ട് നമ്പർ 2 വട്ടം അടിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഇത്രയും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതെല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക ഈ 2 കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് തന്നെ ഇവിടെ AWC യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്ന് കാണണ്ടോ? ആ മോറിൽ AWC യൂസേഴ്സ് ഉണ്ട്. ജസ്റ്റ് AWC യൂസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ കറണ്ടിൽ ടീച്ചറുടെ അതേപോലെ ഹെൽപ്പറിന് പേരും ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ പറ്റും. അതും ഇവിടെ കാണാൻ പറ്റും. ഹയർ ഒഫീഷ്യൽസിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് സ്ഥിരമാണെങ്കിലും താൽക്കാലികമാണെങ്കിലും ഉള്ള ടീച്ചർമാരും ഹെൽപ്പർമാരും അവരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റായി ചെയ്യുക. പിന്നെ ഈ അപ്ഡേറ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്